ഹലോ, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? പിന്നെ ഇന്ന് വൈൽഡ് ബോറായിരുന്നു ഉണ്ടാക്കിയത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കുക്കിംഗ് ഡേറ്റ് എന്നൊക്കെ പറയാം. കാരണം ഞങ്ങൾ കുറേ നാൾ കൂടിയാണ് ഒന്നിച്ച് കുക്ക് ചെയ്യുന്നത്. ജെയ്സൺ ചേട്ടൻ ഇന്ന് ഓഫായിരുന്നു. ഞാനിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. കുറച്ച് നേരത്തെ വന്നായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് രണ്ടും കൂടെ ഒന്നിച്ച് നിന്ന് കുക്ക് ചെയ്യാനൊക്കെ പറ്റിയത് ഭയങ്കര സന്തോഷമുള്ളൊരു സമയം കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്യൂട്ടി വേറെ വേറെ ആയതുകൊണ്ട് ചൈൽഡ് കെയർ ഉള്ളത് കൊണ്ടും ഞങ്ങൾക്ക് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള അവസരങ്ങൾ കുറവായിരിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ ഇതെന്നെ സംബന്ധിച്ച് ഫാമിലി ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡപ്പിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒത്തിരി ദൃഢമായിട്ട് തോന്നുന്നത് എനിക്ക്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനെല്ലാം ജെയ്സൺ ചേട്ടനെ കൊണ്ട് അരിയിക്കുകയാണ് കേട്ടോ, എല്ലാ കാര്യങ്ങളും അരിഞ്ഞെല്ലാം തരും. പുള്ളി അങ്ങനെ മടിയൊന്നും പറയാറൊന്നുമില്ല. അത് കാരണം എല്ലാം എനിക്ക് അരിഞ്ഞൊക്കെ തന്നതുകൊണ്ട് ഞാൻ വെറുതെ മെയിൻ ഷെഫായിട്ട് ആക്ട് ചെയ്താൽ മതിയാകുമെന്ന്. അങ്ങനെ ഇന്ന് വൈൽഡ് ബോറ് കിട്ടിയതുകൊണ്ട് അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം അരിഞ്ഞൊക്കെ ഇട്ട് എന്നിട്ട് അതെല്ലാം അരിഞ്ഞ് തന്നതുകൊണ്ട് സുഖമായിരുന്നു. അങ്ങനെ സവോള, പിന്നെ കുറച്ച് മസാലപ്പൊടികൾ ഞാൻ കുറച്ച് സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കറിയായിട്ടല്ല ഉണ്ടാക്കിയത്. കാരണം ഒരു ഗസ്റ്റ് വരാനുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സമയവും ഇല്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ടായിരുന്നു ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ബീഫ് മസാലയും കൂടെ ഞാൻ ഇട്ട്, കുറച്ച് ഗരം മസാലയും പിന്നെ കുരുമുളക് പൊടിയും, ഇത്രയും സാധനം ഇട്ട്, പിന്നെ നമ്മുടെ കുറച്ച് പെരുംജീരകം ഞാൻ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ടത്. അതും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിരുമ്മി എടുത്തിട്ട് അത് ഞാൻ അടുപ്പിലോട്ട് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ കട്ടയായി പോകുന്നതുകൊണ്ടാണ് കട്ടയായിട്ടിരിക്കുന്നത്. അങ്ങനെ അതും ഇട്ട് ഒഴിച്ച് കുക്കറിൽ വെച്ചു. പിന്നെ ഉപ്പും എന്തായാലും ഇടണമല്ലോ കൂട്ടത്തിൽ. അതും കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ അടുപ്പത്ത് വെക്കുന്ന പ്രോസസ്സാണ്. എന്തായാലും ബാക്കി ഞാൻ പറഞ്ഞൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ വീഡിയോയുടെ അകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണേലും അതെല്ലാം കഴിഞ്ഞു. എന്തായാലും നല്ലപോലെ തിരുമ്മി എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഒട്ടും കിട്ടാത്തതുകൊണ്ട് ഒരുമിച്ച് പുറത്ത് പോകാനോ ഒന്നും സമയം കിട്ടാറില്ല. എന്നാലും കുഴപ്പമില്ല, ഉള്ള സമയം കൊണ്ട് നല്ലപോലെ എൻജോയ് ചെയ്യുന്നു എല്ലാവരും കൂടെ. ഹാർലി എന്തായാലും ഈ സമയമായപ്പോൾ ഉറങ്ങിപ്പോയി. അത് കാരണം അവളെ ഈ വീഡിയോയുടെ അകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല. അങ്ങനെ അതും കഴിഞ്ഞു. ജെയ്സൺ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു പോയി. പിന്നെ ഞാൻ ഓർത്ത് ഒരു കാര്യം ചെയ്യാം, മസാലയും കൂടെ ഇത് അടുപ്പിലിരുന്നാകുന്ന സമയത്ത് മസാല ഉണ്ടാക്കി വെക്കാനായിട്ടും അതും സിമ്പിളായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത കൂട്ടത്തിൽ സവോള, ചെറിയ ഉള്ളി ഞാൻ ആ വലിയ ചെറിയ ഉള്ളിയാണ് മേടിച്ചത് കേട്ടോ, ഇവിടുന്ന് സെയിൻസ്ബറിയിൽ കിട്ടുന്ന വലിയ ചെറിയ ഉള്ളി. അതാകുമ്പോൾ അരിയാനായിട്ട് ഈസിയാണല്ലോ. പിന്നെ ഈ പ്രാവശ്യം പിന്നെ അരിയനെക്കുറിച്ച് വലിയ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് കാരണം എന്നാലും ഞാനത് മേടിച്ച് വെച്ചു. അതും എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല ടേസ്റ്റിന്. പിന്നെ പൊടികൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ചെറുതായിട്ട് ഒരു പാൻ എടുത്ത് എണ്ണയൊന്നും ഒഴിക്കാതെ വെറുതെ ചൂടാക്കി എടുത്തിട്ട് ഇടുകയാണ് ചെയ്തത്. അത് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നി. ശരിക്കും അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും കൂടെയൊക്കെ ഇടുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുമായിരുന്നു. കുറച്ച് പെരുംജീരകവും തേങ്ങാക്കൊത്തും ഇതൊക്കെ ഇടുമായിരുന്നെങ്കിൽ. ഞാൻ പിന്നെ അതൊന്നും ഇട്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കേണ്ട കാരണം. പൊടികളെല്ലാം വറുത്ത് നല്ലപോലെ കിട്ടിയിരുന്ന കാരണം കുറച്ചും കൂടെ കറി വ്യത്യാസമായിട്ട് തോന്നി കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് പോർക്ക് കറി വെക്കുന്നത്? ഇതേപോലെ തന്നെയാണോ? പിന്നെ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് എൻ്റെ അമ്മയൊക്കെ മഞ്ഞ കളറിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. ഇവിടെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുളക് പൊടിയിട്ട പോർക്ക് കറി കഴിക്കാൻ തുടങ്ങിയത്. എൻ്റെ വീട്ടിലൊന്നും ഒരിക്കൽ പോലും പോർക്ക് കറി ഇടാത്ത മുളക് പൊടി ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? എല്ലാവരും പോർക്ക് കറി ഇടത്ത് മുളക് പൊടിയൊക്കെ ഇടുമോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ യൂട്യൂബിൽ കാണുന്ന ഓരോന്നേ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ, ഓരോ തരത്തിലുള്ള പോർക്ക് കറികൾ. എനിക്ക് പോർക്ക് ഫ്രൈ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ അങ്കമാലി പോർക്ക് കറി അതൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റുള്ളൊരു കറിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് എല്ലാവരുടെയും റെസിപ്പികളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളതെന്ന് മെസ്സേജ് അയക്കുമായിരുന്നെങ്കിൽ അതിനനുസരിച്ചുള്ളത് ഇനി നോക്കിയിട്ട് നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ടൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഇതെല്ലാം ഞാൻ ഈ വഴണ്ട് വന്ന നമ്മുടെ സവോളയുടെ അകത്തോട്ട് എല്ലാ പൊടികളും ഇട്ട്
അതും എല്ലാം ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറച്ച് നേരം എടുക്കുമല്ലോ അത് ഒന്നായി വരാനായിട്ട്. അപ്പോൾ പിന്നെയൊക്കെ നമ്മുടെ കുക്കറിൽ എല്ലാം സെറ്റായി. അതിൻ്റെ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ തിളപ്പിച്ചത്. വെള്ളം ഒഴിച്ച് വെറുതെ കുറച്ച് നേരം വെച്ചു. അതിന് ശേഷമാണ് പിന്നെ ഇതിട്ടത് പോർക്ക്. അപ്പോഴത്തേക്ക് മസാല നല്ലപോലെ വെള്ളത്തിനകത്തൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ പോർക്ക് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും കുറച്ച് നേരം കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും അത് കലങ്ങി പോയേനെ ശരിക്കും. പിന്നെ എന്നിട്ട് അതും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. ശരിക്കും നല്ല കറിയായിരുന്നു കേട്ടോ. വന്ന ഗസ്റ്റിനും ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് സൈഡും ഒക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ 65 അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു. കാരണം എല്ലാം കൂടെ വെക്കാനായിട്ട് നേരെയില്ല. ഇത് കുറച്ച് സ്പെഷ്യലല്ലേ, വൈൽഡ് പോറ്, അതായത് കാട്ടുപന്നി കുറച്ച് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഈ ഒരു കറിയെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ കൂടെ ശരിക്കും നെയ്ച്ചോറായിരുന്നു. രണ്ടും കൂടെ ഭയങ്കര കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ കോമ്പിനേഷനായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിന് ഉപ്പൊക്കെ നമുക്ക് അതിനിടയിൽ ഞാൻ നോക്കി, കുറച്ച് ഉപ്പ് നല്ല കുറവുണ്ടായിരുന്നു. പക്ഷേ ഇട്ട് വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ഇച്ചിരി ഉപ്പ് മുന്നോട്ട് കൂടിയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ റൈസിനും കൂടെ ആയതുകൊണ്ട് രണ്ടും കൂടെ കഴിക്കുന്ന കാരണം അത് ഏകദേശം കോമ്പൻസേറ്റ് ചെയ്ത് പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നല്ല കറിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വന്നവർക്കും ഇഷ്ടപ്പെട്ടു. ജേസിനേട്ടനും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിതൊന്ന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ബ്രെഡിൻ്റെ കൂടെയും പിന്നെ കുറച്ച് പൊറോട്ടയുടെ കൂടെയൊക്കെ വൈകുന്നേരം കുറച്ച് കഴിച്ച് നോക്കിയായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഞങ്ങൾ രാത്രി തന്നെ ഞാൻ ഉണ്ടാക്കിയ ഉടനെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഉപ്പെങ്ങാനും കൂടിപ്പോയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജേസിയാണ് കഴിച്ചിട്ട് പറഞ്ഞ് സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമായി. അപ്പോൾ ശരി, കാണാം കേട്ടോ. ബൈ.